കർത്താവ് എന്താ നമ്മളോട് പറയുന്നത്? ദിവ്യകാരുണ്യത്തെക്കാൾ വലിയ എന്തടയാളവാ നിനക്ക് വേണ്ടേ? വിശുദ്ധ കുർബാനയേക്കാൾ വലിയ എന്തടയാളമാണ് നിനക്ക് ഞാൻ തരേണ്ടത്? അടയാളം അന്വേഷിക്കുന്ന ഒരു സഭയോട് കർത്താവിന് ചോദിക്കാൻ ഇത്രയേ ഉള്ളൂ, എടാ, എല്ലാ ദിവസവും നിന്റെ അൾത്താരയിൽ സംഭവിക്കുന്ന ആ അടയാളത്തെക്കാൾ വലിയ അടയാളം ഇനി ഈ ലോകത്ത് എന്ത് സംഭവിക്കാനാണ്? പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ നമ്മുടെ ഹൃദയം അങ്ങോട്ട് തുറക്കപ്പെടുന്നില്ല. ഇപ്പൊ ഒരച്ഛൻ കയ്യിൽ ഈ അപ്പം വെച്ചിട്ട് അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ അച്ഛൻ പോലും അറിയാതെ ഈ കയ്യിൽ ഇരിക്കുന്ന അപ്പം അതിന്റെ സബ്സ്റ്റൻസ് മാറി കർത്താവായിട്ട് മാറുന്നു എന്ന ആ അടയാളത്തെക്കാൾ വലിയൊരു അടയാളം നമുക്ക് എന്താ വേണ്ടേ? പക്ഷെ നമുക്കിതങ്ങോട്ട് ഇത് മനസ്സിലാവുന്നില്ല. ഇന്റലിജിബിൾ ആണ്, പക്ഷേ ഗ്രഹിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ട്, ഗ്രഹിക്കുന്നില്ല. ഇത് ഓരോ ബലിപീഠത്തിലിരുന്നും കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണിത്. നിനക്ക് എന്താ ഇത് മനസ്സിലാവാത്തെ? ഇത് ഞാൻ ദൈവമാണ്, ഞാനാണ് നിന്റെ അകത്ത് വരുന്നത്.